ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ബേക്കറിയിലൊക്കെ കിട്ടുന്ന എള്ള് ബിസ്ക്കറ്റ് ഇല്ലേ, അത് നല്ല സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എള്ള് ബിസ്ക്കറ്റ് ആണ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്തത് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ബേക്കറി സ്റ്റൈലിൽ എള്ള് ബിസ്ക്കറ്റ് എങ്ങനെയാണ് വീട്ടിൽ ചെയ്തെടുക്കുക എന്ന് നോക്കാം. അതിനുവേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന്. എള്ള് ബിസ്ക്കറ്റ് തയ്യാറാക്കാൻ ആദ്യം ഒരു ഡ്രൈ ആയ ബൗളിലേക്ക് 100 ഗ്രാം അളവിൽ ബട്ടർ ചേർക്കാം. ബട്ടർ അഥവാ മാർജറിൻ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ മാർജറിനാണ് ചേർക്കുന്നത്. ബിസ്ക്കറ്റ് തയ്യാറാക്കുന്ന മാർജറിനുണ്ട്, അതാണ് ചേർത്തിരിക്കുന്നത്. ഇതിലേക്ക് 1 ടീസ്പൂൺ ബട്ടർ സ്കോച്ച് എസൻസ് ചേർക്കാം. ഇഷ്ടമുള്ള ഏത് എസൻസ് വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. ഇതിലേക്ക് 100 ഗ്രാം അളവിൽ പൊടിച്ച പഞ്ചസാരയും ചേർക്കാം. ഇതിലേക്ക് 10 ഗ്രാം അളവിൽ മിൽക്ക് പൗഡറും 200 ഗ്രാം അളവിൽ മൈദാപ്പൊടിയും ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഒരു ഡോ ആക്കി എടുക്കണം. ഒരു ടൈറ്റ് ഡോ ആയിട്ടാണ് നമുക്കിത് വേണ്ടിയത്. ഇങ്ങനെ തയ്യാറാക്കിയ ഡോ ഇനി പരത്തിയെടുക്കാം. പരത്തിയെടുക്കുമ്പോൾ നല്ല കനത്തിൽ വേണം പരത്തിയെടുക്കാൻ. തീരെ നൈസായിട്ട് പരത്തിയെടുക്കരുത്. അല്പം മൈദ ഡസ്റ്റ് ചെയ്തിട്ട് പരത്തിയെടുക്കാം. ഇങ്ങനെ പരത്തിയതിൻ്റെ മുകളിലായി കറുത്ത എള്ള് ചേർക്കാം. എള്ള് ചേർത്തതിന് ശേഷം കൈ കൊണ്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അതൊന്ന് പ്രസ്സായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ശേഷം ഒരു റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. 1/2 ഇഞ്ച് കനത്തിൽ വേണം ഇത് കട്ട് ചെയ്തെടുക്കാൻ. വളരെ സിമ്പിളാണ് എള്ള് ബിസ്ക്കറ്റ് തയ്യാറാക്കി എടുക്കാനായിട്ട്. അതുകൊണ്ട് ഇത് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാം ഇതുപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഓയിൽ ബ്രഷ് ചെയ്തിട്ടുള്ള ഒരു ബേക്കിംഗ് ട്രേയിലേക്ക് മാറ്റാം. ശേഷം പ്രീ ഹീറ്റഡ് ആയിട്ടുള്ള ഓവനിൽ 170 ഡിഗ്രിയിൽ അരമണിക്കൂർ ബേക്ക് ചെയ്തെടുക്കുക. ഓരോരുത്തരുടെ ഓവൻ്റെ ടെമ്പറേച്ചർ അനുസരിച്ച് ബേക്കിംഗ് ടൈമിന് വ്യത്യാസം വരാം, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ ബിസ്ക്കറ്റ് കട്ട് ചെയ്തെടുക്കുമ്പോൾ എല്ലാം ഒരേ അളവിൽ തന്നെ കട്ട് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ പലതും പല വേവായി പോവും. അങ്ങനെ നമ്മുടെ എള്ള് ബിസ്ക്കറ്റ് എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇവിടെ ബേക്കായി കിട്ടിയിട്ടുണ്ട്. എനിക്കിവിടെ 35 മിനിറ്റ്സ് എടുത്തു ബേക്ക് ചെയ്ത് കിട്ടാനായി. തണുത്തതിന് ശേഷം ട്രേയിൽ നിന്ന് നമുക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ എള്ള് ബിസ്ക്കറ്റ് എല്ലാം ചൂടൊക്കെ മാറി കിട്ടിയിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു എള്ള് ബിസ്ക്കറ്റാണ്. സൂപ്പർ ടേസ്റ്റാണ്. ഹോം മെയ്ഡ് ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക് സെയിൽ ചെയ്യാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. ഇതുപോലെ ബേക്കറി ഐറ്റംസൊക്കെ നിങ്ങൾക്കും സെയിൽ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ വീട്ടിൽ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ സാധിക്കുന്ന ഈ എള്ള് ബിസ്ക്കറ്റിൻ്റെ റെസിപ്പി വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.